ഹായ് എവരിവൺ. 2026 ഷാഫി പറമ്പിൽ കാരണം കോൺഗ്രസ് തൂത്തുവാരുമോ? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഷാഫി പറമ്പിലിൻ്റെ മരണമാസ നീക്കങ്ങളെ കുറിച്ചാണ്. ഷാഫി പറമ്പിൽ ചെയ്യുന്ന നല്ല പ്രവൃത്തിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. നിങ്ങൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണണം. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം ഏറ്റവും അവസാനം വന്ന സർവേ ഫലമാണ്. അതായത് അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഷാഫി പറമ്പിൽ ഒരു പാവപ്പെട്ട മനുഷ്യന് ഫ്രീ ആയി സ്കൂട്ടി കൊടുക്കുന്നുണ്ട്. സ്കൂട്ടി കൈമാറുന്ന ഒരു രംഗം കൂടി ഞാനിപ്പോൾ പ്ലേ ചെയ്തുതരാം. പിന്നീട് ഷാഫി പറമ്പിലിൻ്റെ മരണമാസമായിട്ടുള്ള ഒരു പ്രസംഗം, അതായത് ഒരു കോളേജിൽ പോയി ഷാഫി പറമ്പിൽ പ്രസംഗിക്കുന്ന രംഗം, അതും കൂടി ഞാൻ പ്ലേ ചെയ്തുതരാം. ഓക്കെ. പിന്നെ നമ്മൾ ഏറ്റവും അവസാനം ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിന് ഇത്രയധികം ജനപിന്തുണ. അതായത് സാക്ഷാൽ BJP-കാർ പോലും ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്, ഷാഫി പറമ്പിൽ നല്ലൊരു നേതാവെന്ന് BJP-കാരും ഈ പറയുന്ന CPM-കാരും സമ്മതിക്കാനുള്ള കാരണമെന്ത്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് സർവേ ഫലം ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്, ഞാൻ മലയാളത്തിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. 2026 ഏറ്റവും അവസാനം വന്ന ജനങ്ങളുടെ അഭിപ്രായമാണ്. അതിൽ പറയുന്നത് 27% ഇനിയും CPM വരാനാണ് സാധ്യത എന്നാണ് ജനങ്ങളോട് ചോദിച്ചിട്ടുള്ള ഒരു സർവേ ഫലമാണ്. ഓക്കെ. അതിനുശേഷം UDF-ന് 38%. നിങ്ങൾ ഓർക്കുക, 38% എന്ന് വരുന്നത് ചില്ലറക്കാര്യമല്ല. ഏകദേശം ഒരു 40-50 സീറ്റിന് കോൺഗ്രസ് വിജയിക്കും. അത്ര 38% എന്ന് പറയുന്നത് നിങ്ങൾ സിമ്പിളായിട്ടാണോ കണക്കാക്കിയത്? അതിനുശേഷം പറയുന്നത് ഈ പറയുന്ന NDA-ക്ക് 23% പറയുന്നുണ്ട്. ഈ പ്രാവശ്യം NDA അതായത് BJP ഒരു സീറ്റെങ്കിലും BJP കിട്ടും. അത് നമുക്ക് ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും ഈ പറയുന്ന ഷാഫി പറമ്പിലിന് സപ്പോർട്ട് ചെയ്യുന്നത്? അതിനുള്ള 2 കാരണം ഞാൻ പറയാം. പൊന്നു പ്രേക്ഷകരെ, വടകരയിൽ ഈ പറയുന്ന ഷാഫി പറമ്പിൽ വിജയിച്ചതിന് ശേഷം എന്തൊക്കെ നല്ല കാര്യമാണ് ചെയ്തത് അത് നിങ്ങൾ നോക്കണം. അതായത് ഷാഫി പറമ്പിൽ ഒരു മാസത്തിൽ മിനിമം 5-6 തവണ ഈ പറയുന്ന വടകരയ്ക്ക് വരും. എന്തിനു വരുന്നത്? വെറുതെയല്ല. അവിടെ വടകരയിൽ നാനാഭാഗത്തും ഷാഫി പറമ്പിലിൻ്റെ MP ഓഫീസ് ഉണ്ട്. ആ MP ഓഫീസിലേക്ക് ഷാഫി പറമ്പിൽ ഈ വന്ന സമയത്ത് പോകും. എന്തിനാണ് ഓഫീസിലേക്ക് പോകുന്നത്? അപ്പോൾ ഷാഫി പറമ്പിലിൽ ഇല്ലാത്ത സമയത്ത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പരാതി കൊടുക്കും ഷാഫി പറമ്പിലിനെ. അതായത് ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾക്ക് കടമുണ്ട്, അങ്ങനെ ഓരോ പരാതിയും എഴുതിയിട്ടുണ്ടാവും. ഷാഫി പറമ്പിൽ അത് നോക്കിയിട്ട് ആർക്കാണോ ഏറ്റവും കൂടുതൽ ആരാണോ കഷ്ടപ്പെട്ടുള്ളത് അവരുടെ പ്രശ്നങ്ങൾ ഷാഫി പറമ്പിൽ അവിടെ ഇരുന്ന് പരിഹരിക്കുകയാണ്. അതാണ് ഷാഫി പറമ്പിലിൻ്റെ ഏറ്റവും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മുഖം. അതായത് ഷാഫി പറമ്പിൽ എവിടെ പോയാലും ഷാഫി പറമ്പിൽ അത് നല്ലതെന്ന് പറഞ്ഞാൽ ജനങ്ങൾ നല്ലതെന്ന് വിശ്വസിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഭരണം അങ്ങനെയാണ്. നീതിമാനായ പാവപ്പെട്ട ജനങ്ങൾക്കൊപ്പമാണ് ഷാഫി പറമ്പിലിൻ്റെ ഭരണം. പൊന്നു പ്രേക്ഷകരെ, പഴയതാണ് ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കേൾക്കണം. അതായത് പാർലമെന്റിൽ ഷാഫി പറമ്പിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ്. അതിനുശേഷം സ്റ്റെപ്പായിട്ട് എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ. ബഹുമാനപ്പെട്ട ചെയറിനോട് ഒരു കാര്യം, ഇങ്ങനെ അസഹിഷ്ണുതയുടെ മൊത്ത കച്ചവടവുമായി ഈ സഭയിൽ വന്ന് ഇങ്ങനെ പെരുമാറരുതെന്ന് അപ്പുറത്തിരിക്കുന്ന ആളോട് പറയണം. ഇത് റൂൾ 50 ഞങ്ങളുടെ അവകാശമാണ്. ഇവിടെ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് അനുമതിയുണ്ട്. അങ്ങ് നൽകുന്ന അവകാശം വെച്ച് കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ വേളം വെക്കേണ്ട കാര്യമില്ല. സാർ വടി വെട്ടിയിട്ടേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇപ്പൊ തന്നെ വേളം വെക്കണ്ട സാറേ. പൊന്നു പ്രേക്ഷകരെ, ഇത് ഷാഫി പറമ്പിൽ പാലക്കാടിൽ MLA ആയ സമയത്ത് ഈ പറയുന്ന പാർലമെന്റിനെ കുലുക്കുകയാണ്. അതായത് പറയുന്ന വാക്കിന് എന്ത് അർത്ഥമാണുള്ളത്? ഷാഫി പറമ്പിൽ അവിടെ പ്രസംഗിക്കുമ്പോൾ അതായത് CPM-ൻ്റെ ആൾക്കാർ അത് തടയുമ്പോൾ ഷാഫി പറമ്പിൽ പറയുകയാണ്, എന്നെ ജനങ്ങളാണ് വിജയിപ്പിച്ചത്, അപ്പോൾ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ എന്തിന് മറ്റുള്ളവർ കച്ചറ ചെയ്യുന്നു? ഇത് എൻ്റെ സ്പേസാണ്, അനുവദിക്കൂ. അതായത് ഷാഫി പറമ്പിൽ അത്രയും മികച്ചൊരു നേതാവാണ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ. അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് ഷാഫി പറമ്പിലിൻ്റെ സ്പീച്ച് കേൾക്കുന്നതിന് മുമ്പ് സ്കൂട്ടി കൈമാറിയ ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങളൊന്ന് കാണണം. ഓക്കെ. ഈ എല്ലാ വാഹനത്തിലും ഇത് അവരുടെ നടപടിക്രമത്തിന്റെ ഭാഗമാണ്. ഇത് തന്നെ ഊരി വെച്ചോളി, വണ്ടി നിങ്ങളുടെയാണ്. അതിലെ നമ്പറും ഇതിന്റെ സർക്കാർ പറയുന്ന നമ്പർ മാത്രം മതി, അടിയത്തെ വേണ്ട കേട്ടോ. വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ ഇപ്പൊ തന്നെ കൈമാറുന്ന
കണ്ടല്ലോ നിങ്ങൾ, ഒരു പാവപ്പെട്ട മനുഷ്യൻ ഈ പറഞ്ഞ ഷാഫി പറമ്പിൽ സ്കൂട്ടി ഗിഫ്റ്റായി കൊടുക്കുകയാണ്. ഇതാണ് മക്കളെ, അതായത് നമ്മൾ വോട്ടിട്ടപ്പോൾ നമുക്ക് ഒരു കാര്യം പറയുകയാണ്, ഒരൊറ്റ കാര്യം. പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ആരെങ്കിലും, അതായത് നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു പ്രശ്നം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ റോഡ് എന്തെങ്കിലും തകർന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ഷാഫി പറമ്പിലിനെ ജസ്റ്റ് വിളിക്കൂ. അതായത് നിങ്ങളുടെ നാട്ടിൻ്റെ MLA അല്ല, MP അല്ല, ഒന്നുമല്ല. അദ്ദേഹം ഷാഫി പറമ്പിൽ വടകരയുടെ MP ആണ്. നിങ്ങൾ ട്രിവാൻഡ്രത്തിരുന്ന് ഷാഫി പറമ്പിലിനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വരും, ഉറപ്പാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഈ മഴ സമയത്ത് ഏറ്റവും കൂടുതൽ റോഡ് തകർന്ന സമയത്ത് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത് ഈ പറയുന്ന ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ എന്താണ് പറഞ്ഞത്? എത്രയും പെട്ടെന്ന് ശരിയാക്കണം. നമ്മൾ പിണറായി വിജയനോട് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു, അത് എൻ്റെ പണിയല്ല, കേന്ദ്രത്തിൻ്റെ പണിയാണ്. കേന്ദ്രം എന്താണ് പറഞ്ഞത്? അത് പിണറായി വിജയൻ്റെ പണിയാണ്. അങ്ങനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നതാണ് ഈ പറയുന്ന സർക്കാരുകൾ. അപ്പോൾ ഷാഫി പറമ്പിൽ അവിടെ നിന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഒരാളുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഷാഫി പറമ്പിൽ മാത്രമാണ്, പൊന്നു പ്രേക്ഷകരെ. അപ്പോൾ പൊന്നാര പ്രേക്ഷകരെ, അപ്പോൾ നിങ്ങളിന് ഒന്നൊന്നായിട്ട് കാണേണ്ടത് നമ്മുടെ ഷാഫി പറമ്പിലിൻ്റെ പ്രസംഗമാണ്. ഓക്കെ, അഡാപ്റ്റ് ചെയ്യാൻ പഠിച്ചൊരു ജനറേഷന് അവരെ നാളെയിലേക്ക് ഒരുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചറുടെ ഇൻ്റർവ്യൂ കണ്ടു. ഇന്നലത്തെ മനുഷ്യരായ നമ്മൾ ഇന്നത്തെ കുട്ടികളെ നാളെയിലേക്ക് ഒരുക്കുന്ന പ്രക്രിയയാണ് സ്കൂളുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ മനുഷ്യരായ നമ്മൾ ഇന്നത്തെ കുട്ടികളെ നാളെയിലേക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പം നടക്കുന്നത്. അതൊരു കോംപ്ലക്സ് പ്രൊസീജിയറാണ്. കുട്ടികളുടെ മുമ്പിൽ ഇൻഫർമേഷൻ്റെ വലിയ വിപ്ലവം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലം വന്നിരിക്കുകയാണ്. മനുഷ്യൻ പറയാതെ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഈ പറയുന്ന മെഷീന് കഴിയുന്ന ഒരു കാലം വന്നിരിക്കുന്നു. മനുഷ്യൻ്റെ ബ്രെയിനുമായിട്ടുള്ള കമ്പാരിസൺ പോലും നടക്കുന്നു. കുറച്ച് പുസ്തകങ്ങൾ പറയുന്നത് കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്കും അതിനെ ഓവർകം ചെയ്യുമെന്ന് വരെ പറയുന്നു. ഗവൺമെൻറ്റുകളും സ്ഥാപനങ്ങളും ഒക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും അതിൻ്റെ മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുണ്ടാക്കാൻ പോകുന്ന തൊഴിലവസരങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്നു. അത് കാരണം നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന തൊഴിലവസരങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നു. ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ കോണിലുമുള്ള ആളുകളുമായി സംവദിക്കാൻ സ്വന്തം മൊബൈലിലെ 6 ഇഞ്ച് സ്ക്രീനും 2 GB ഡാറ്റയും മതിയെന്നുള്ളൊരു കാലത്തേക്ക് കുട്ടികളെ വരുമ്പോൾ അവരെ നാളത്തെ പൗരന്മാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ നമുക്കിനി സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നമ്മുടെ വിദ്യാർത്ഥികൾ നാളത്തെ പൗരന്മാരല്ല, അവർ ഇന്നിൻ്റെ തന്നെ പൗരന്മാരാണ് എന്നുള്ളത് ഈ ഷാഫി പറമ്പിൽ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് മുമ്പ് കാലത്തൊക്കെ നെറ്റില്ല, ഫോണില്ല, ഒന്നുമില്ല. ഈ സമയത്ത് അങ്ങനെയൊന്നുമല്ല. നമ്മുടെ നെറ്റ് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തും കിട്ടും. അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ അതൊക്കെ പഠിച്ചിട്ട് നല്ല മികച്ച കുട്ടികളാവുന്നുണ്ട് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. പൊന്നു പ്രേക്ഷകരെ, ഏറ്റവും അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പൊന്നാര പ്രേക്ഷകരെ, എലക്ഷൻ വരികയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഒക്കെ ആർക്ക് വോട്ടിടണം? ഷാഫി പറമ്പിലിനെ പോലെ മികച്ചവരെ നമ്മുടെ നാട് ഭരിക്കണം. അന്നെങ്കിലേ നമ്മുടെ നാട് പച്ച പിടിക്കും. അതുകൊണ്ട് മികച്ച രീതിയിൽ നിങ്ങൾ വോട്ടിടുക. പൊന്നാര പ്രേക്ഷകരെ, ആരാണ് കോൺഗ്രസിൻ്റെ മത്സരാർത്ഥികൾ, അതൊക്കെ ആരാണ് CPM-ൻ്റെ മത്സരാർത്ഥികൾ, അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തയും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പം ഞാൻ ഏതായാലും വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.